ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശയ്യ പ്രവചനത്തിൽ 56 അധ്യായം 8 തിരുലിഖിതം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 56 വേഴ്സ് 8. ഇസ്രായേലിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവിക കാര്യങ്ങളോട് ആദരവ് വെടിയരുത് എന്നതിനെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം ദൈവത്തെ ആരാധിച്ച് കൃപാവര അഭിഷേകം കൊണ്ട് നിറഞ്ഞ് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന സമയം വലിയ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ സമയമാണ്. ഒരു ധ്യാനത്തിൻ്റെ ആമുഖത്തിൽ, ഒരു കൺവെൻഷന് പങ്കെടുക്കുമ്പോൾ ആമുഖത്തിൽ എങ്ങനെ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നുവോ അതേപോലെ വലിയ ഉണർവോടെ ഈ സമയം പാട്ടുപാടി കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. യേശുവേ, യേശുവേ. മാതാപിതാക്കളും മക്കളും കുടുംബം ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഈ ആഹ്ലാദത്തോടെ ആരാധന, 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 സന്തോഷത്തോടെ ആരാധന, ആരാധന, യേശുവേ, ആരാധന, ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന, കരങ്ങളടിച്ച് ആരാധന, ആരാധന, വലിയ ഉണർവോടെ ആരാധന, 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 ആരാധന. ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹദാതനെ അങ്ങേ ആരാധിക്കുന്നു, സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന, 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 രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. കുട്ടികൾ മുതിർന്നവർ ആരാധിക്കുന്നു. ക്ഷീണമുള്ളവരെല്ലാം ദൈവസ്ഥാനത്തിലേക്ക് ഭാരവും ക്ഷീണവും സമർപ്പിക്കട്ടെ. ഓ, കുഞ്ഞുങ്ങൾ ആരാധിക്കുന്നു, രോഗികൾ ആരാധിക്കുന്നു, കുടുംബങ്ങൾ ആരാധിക്കുന്നു, സമൂഹങ്ങൾ ആരാധിക്കുന്നു, വിശുദ്ധന്മാർ ആരാധിക്കുന്നു, പാപാവസ്ഥയിരിക്കുന്നു ആരാധിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ആരാധിക്കുന്നു, സ്നേഹിക്കാൻ പറ്റാത്തവർ ആരാധിക്കുന്നു, വെറുപ്പിലും മദ്വേഷത്തിരിക്കുന്നവർ ആരാധിക്കുന്നു, സകല അവസ്ഥകളെ സമർപ്പിക്കുന്നു, വേദനകളെ സമർപ്പിക്കുന്നു, മനപ്രയാസങ്ങൾ സമർപ്പിക്കുന്നു, ദുഃഖപീഠകളെ സമർപ്പിക്കുന്നു, കണ്ണുനീര് സമർപ്പിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. ഓ, കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ വ്യക്തികൾ അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ സമൂഹങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ വൈദികർ അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ സിസ്റ്റേഴ്സ് അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ. ആരാധന, 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 ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെട്ട കർത്താവേ, അങ്ങയുടെ തിരുനാമത്തെ ആരാധിക്കുന്ന കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ മഹത്വത്തിൻ്റെ രാജാവേ, അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഇപ്പോൾ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ പിതാവേ, അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തെ പ്രതി മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ദുർബുദ്ധിയിരിക്കുന്നവരെ നേർബുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരണമേ.
കഠിന പാപത്തിരിക്കുന്നവരെ വിശുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ദൈവം നഷ്ടപ്പെട്ട അവസരിക്കുന്ന മക്കൾക്ക് ഒരിക്കൽ കൂടെ ദൈവരാജ്യ അനുഭവം നൽകണമേ പിതാവേ. അങ്ങയുടെ തിരുനാമത്തിന്റെ മഹത്വത്തെ പ്രതി, ഞങ്ങളുടെ പ്രാർത്ഥനയെ പ്രതി, അങ്ങയുടെ തിരുനാമത്തിന്റെ മഹത്വത്തെ പ്രതി ഇതെല്ലാം സംഭവിക്കട്ടെ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ശാന്തമായി ഇരുന്ന് ഇപ്പോൾ ദൈവവചനം ശ്രവിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവിക കാര്യങ്ങളോട് ആദരവ് വെടിയരുത്. സഭാപ്രസംഗകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ 12 വേഴ്സ് 13. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവഭയമുള്ളവനായിരിക്കുക, കൽപ്പനകളെല്ലാം അനുസരിക്കുക, മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം കണ്ണുനീരിൽ കുതിർന്ന ഒരു അവസാനമാകാതിരിക്കണമെങ്കിൽ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് നാം ഉറപ്പിക്കണം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് നൽകുന്ന ഓരോ വചന നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം സുന്ദരമായ ഒരു അവസാനമാകാൻ വേണ്ടി തരുന്ന സ്വർണ്ണ നിയമങ്ങൾ തന്നെ. എന്നാൽ ഇത് തെറ്റിച്ചൊരു ദൈവ പൈതലിനെ നമുക്ക് കാണാൻ പറ്റും. ദാനിയേലിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിലാണ് രംഗങ്ങൾ നാം കാണുന്നത്. ബെൽഷാസർ രാജാവ്, നെബൂഖദ്നേസറിന്റെ തലയെടുപ്പുള്ള പിൻഗാമി, അദ്ദേഹം നെബൂഖദ്നേസർ രാജാവിൻ്റെ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയായി വാഴുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ പ്രഭുക്കന്മാരിൽ ശ്രേഷ്ഠന്മാരായ 1000 പ്രഭുക്കന്മാരും തൻ്റെ ഭാര്യമാരും ഉപനാരികളും അടക്കം ഒരു വലിയ സമൂഹത്തിന് ഒരു വിരുന്ന് കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ച് അങ്ങനെ വിരുന്ന് പൊടിക്കുകയാണ്. ആ വിരുന്നിൽ ഒരു മദ്യപിച്ച് ഒരു ലക്ക് കേട്ട സമയത്ത് ഇതാ ഹൃദയത്തിൽ കെട്ടുപിണഞ്ഞ് കടന്നിരുന്ന ഭോഷത്വം പുറത്തേക്ക് വരികയാണ്. അവൻ പറയുകയാണ്, എൻ്റെ പിതാവായ നെബൂഖദ്നേസർ ജെറുസലേം കീഴടക്കി ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ സ്വർണ്ണ പാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും എടുത്തുകൊണ്ട് വരിക, ആ ദേവാലയത്തിലെ പാത്രങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ദാസന്മാരെ വിട്ട് ദേവാലയത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് ആ വിശുദ്ധ പാത്രങ്ങളിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചപ്പെട്ടിരുന്ന ആ പാത്രങ്ങളിൽ അവനും അവൻ്റെ ഭാര്യമാരും ഉപനാരികളും പ്രഭുക്കന്മാരും അങ്ങട് യഥേഷ്ടം പാനം ചെയ്തു. ആ കുടി തീരാൻ ഇടവരുത്തിയില്ല, ആ വിരുന്ന് അവസാനിക്കാൻ ഇടവന്നില്ല. കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ബെൽഷാസർ രാജാവ് ഇരിക്കുന്ന കസേരയുടെ നേരെ എതിർവശത്തുള്ള ഭിത്തിയിൽ മനുഷ്യന്റെ വിരലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു മനുഷ്യന്റെ കരം അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ ഭിത്തിയിൽ എഴുതാൻ തുടങ്ങി, മെനെ മെനെ തെഗേൽ പാർസീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൃശ്യം കണ്ട ബെൽഷാസർ രാജാവ് വിവർണനായി. അദ്ദേഹത്തിന്റെ കാലുകൾ കൂട്ടിയടിച്ച് ഭയവിഹ്വലനായി. അത് വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം ദാനിയേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജ്ഞാനവും ബുദ്ധിയും നിറഞ്ഞ ദൈവ പൈതലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ദാനിയേൽ ബെൽഷാസർ രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലയോ ബെൽഷാസർ രാജാവേ, നിന്റെ അപ്പൻ നെബൂഖദ്നേസർ ദൈവത്തിന്റെ പരമാധികാരത്തെ ധിക്കരിച്ച് നടന്ന നാളുകളിൽ അവന്റെ ജീവിതത്തിൽ വന്ന വഴികളെ അറിഞ്ഞ് നീ തിരിച്ചറിവുള്ളവനായി ജീവിക്കേണ്ടവനായിരുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായില്ല. നീ നിന്റെ ദൈവത്തെ വെല്ലുവിളിച്ചു. ദാനിയേലിന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അവന്റെ പുത്രനായ നീ ഇതെല്ലാം അറിഞ്ഞിട്ടും നിന്റെ ഹൃദയം വിനീതമാക്കിയില്ല. സ്വർഗത്തിന്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു. അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് നീയും നിന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് യഥേഷ്ടം വീഞ്ഞു കുടിച്ച്, അതിനാൽ
ഇതാ ഒരു കരം നിനക്കെതിരെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ കരം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മെനെ മെനെ തെഗേൽ പാർസീൻ. ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അവയ്ക്ക് അന്ത്യം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവം നിന്റെ രാജ്യം വിഭജിച്ച് ഇതാ നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് വിശുദ്ധ ലിഖിതത്തിൽ 5-ാം അധ്യായം 29, 30, 30 തിരുലിഖിതങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്: അന്ന് രാത്രിയിൽ കൽദായ രാജാവായ ബെൽഷാസർ കൊല്ലപ്പെട്ടു. രാജ്യം 62 വയസ്സ് പ്രായമുള്ള മേദിയക്കാരനായ ദാരിയൂസിന്റെ കൈകളിൽ ചെന്നുപെട്ടു. കണ്ണുനീരിൽ കുതിർന്ന ഒരു അന്ത്യം, കഠിനമായ ഒരു ദുരന്തം അവൻ്റെ പ്രവൃത്തികൾ വഴി അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ വിളിച്ചു വരുത്തി. എന്തായിരുന്നു ഈ കണ്ണുനീരിൽ കുതിർന്ന ഈ അന്ത്യത്തിൻ്റെ പിന്നിലുള്ള അവൻ്റെ പ്രവൃത്തി? അവൻ രാജാവ് നിലയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവനൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരത്തിൽ പല തരത്തിലുള്ള ക്രൂരതയും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും അല്ല കണ്ണുനീരിൽ കുതിർന്ന ഈ അന്ത്യത്തിലേക്ക് അവൻ്റെ ജീവിതത്തെയും അവൻ്റെ രാജ്യത്തെയും നയിച്ചത്. അവൻ്റെ അധികാരം അവൻ്റെ കയ്യിൽ നിന്നും പോയത്, ചെങ്കോലും കിരീടവും അവന് നഷ്ടപ്പെട്ടത്, സിംഹാസനവും നഷ്ടപ്പെട്ടത്, ജീവൻ അവൻ നഷ്ടപ്പെട്ടത്, ശക്തി അവന് നഷ്ടപ്പെട്ടത്, അവൻ്റെ വലിയ ക്രൂരതയോ വലിയ എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിലുള്ള ചതിയോ അതിനേക്കാൾ ഉപരിയായി അവൻ ചെയ്തൊരു പ്രവൃത്തി, സ്വർഗത്തിൻ്റെ ദൈവത്തെ വെല്ലുവിളിക്കുക, ദൈവത്തിനോടുള്ള ആദരവ് വെടിഞ്ഞ് പെരുമാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ ഒരു ക്രിസ്തീയ വിശ്വാസി ആയിരിക്കാം, ഒരുപക്ഷെ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആരുമാകട്ടെ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും അനുവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവസംബന്ധമായ കാര്യങ്ങളാണോ ഒരാദരവും ഒരു ബഹുമാനവും ഹൃദയത്തിൽ മുഴുവൻ നമ്മൾ നിറച്ച് സൂക്ഷിക്കണം. ഒരു ദിവസം ഇതാ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഗവൺമെൻറ് ഓഫീസർ സിയോൻ ധ്യാന കേന്ദ്രത്തിലെത്തി. അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ദൈവഭയത്തോടെ അദ്ദേഹം പറയുകയാണ്, ഈ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടല്ലാതെ ഞാൻ അതിനുള്ളിൽ പ്രവേശിക്കുകയില്ല. അദ്ദേഹം ആ പ്രാർത്ഥനയെ അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ്. അദ്ദേഹം ഒരു വിശ്വാസിയായ ഒരു ഉദ്യോഗസ്ഥനല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പറയാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തെ ആദരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തോട് ഈ ജനം പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന അവസാനിച്ചിട്ടല്ലാതെ ഞാൻ ആ സമീപത്തേക്ക് നീങ്ങുകയില്ല. ഹൃദയം മുഴുവൻ ദൈവത്തോട് ആരാധനയും ബഹുമാനവും ഉള്ളൊരു ദൈവ പൈതൽ. ഞാൻ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ പല ആളുകളും വരുമ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും. അപ്പോൾ തന്നെ അവരുടെ മുഖഭാവങ്ങൾ മാറുന്നു. അവർ ആദ്യം തന്നെ അവരുടെ ചെരുപ്പുകൾ വേഗം അഴിച്ചു മാറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് അവർ കൈകൾ കൂപ്പുന്നു, കണ്ണടയ്ക്കുന്നു, വലിയ ആദരവ് ദൈവത്തിന് കൊടുത്ത് ആദരപൂർവമായ ഒരു നിലപാട് അവരെടുക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വേറെ ചില സഹോദരിമാർ വരുമ്പം ആ സഹോദരിമാരോട്, ഓ നിങ്ങളുടെ ഈ രോഗം അതീവ ദുഃഖപൂരിതമായ അന്തരീക്ഷം, ഈ രോഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വലിയ വേദനയും വിഷമുള്ള സഹോദരിമാർ, പാവപ്പെട്ട ഗ്രാമീണർ, അല്ലെങ്കിൽ വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർ, ഓരോ അവസ്ഥയിരിക്കുന്നവർ, അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. വേഗം ആദരപൂർവ്വം ആ സാരിയെല്ലാം തലയിലേക്ക് എടുത്ത് ആദരപൂർവ്വം അവർ ഭക്തിയോടെ പ്രാർത്ഥന നിർലീനമായി നിൽക്കുന്നൊരു കാഴ്ച. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വളരെ വാർദ്ധക്യത്തിരിക്കുന്നവരും വളരെ രോഗികളായവർ വരെ ദൈവത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ അപ്പം തന്നെ സാധാരണ അവസ്ഥ മാറ്റി ആദരവ് നിറഞ്ഞ ഒരു പെരുമാറ്റം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുന്നത് അച്ഛൻ്റെ ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ദൈവം ഒരു ബലിയായി സ്വീകരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ദൈവിക കാര്യങ്ങളുള്ള ആദരവ് ദൈവം അത്രമാത്രം അംഗീകരിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിച്ചുള്ള ആളുകളെ എനിക്കറിയാം. ദേവാലയത്തിൽ പോയി യാതൊരു ബഹുമാനമില്ലാതെ അവിടെ പെരുമാറുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിലേക്ക് അത് വരുത്തി വെക്കുന്ന വിനകളെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? ദൈവിക സാന്നിധ്യമുള്ള കപ്പേളകൾ, ചാപ്പലുകൾ, ദേവാലയങ്ങൾ, അതിൻ്റെ പരിസരങ്ങൾ, അവിടെയുള്ള അനാദരവോടുകൂടിയുള്ള പെരുമാറ്റത്തെക്കുറിച്ച് നീ ഗൗരവത്തിൽ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ
മഹത്വത്തിന്റെ കർത്താവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ നീ ആദരവില്ലാതെ നിന്റെ തമാശയ്ക്ക് നിന്റെ തോന്നിയാസത്തിന് വേണ്ടി നീ അത് ഉച്ചരിച്ചാൽ അത് വരുത്തി വെക്കുന്ന വിനകളെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചെല്ലാം നൂറ്റാണ്ടുകളിലൂടെയുള്ള അനേക തലമുറകളുടെ ജീവിതങ്ങളെ ധ്യാനിച്ചും ജീവിതങ്ങളെ മനസ്സിലാക്കിയും എഴുതപ്പെട്ട വചനത്തിന്റെ പ്രബോധനങ്ങളെ ഉൾക്കൊണ്ടും നമ്മുടെ അമ്മയായ തിരുസഭ മാതാവ് നമുക്കതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ദേവാലയവും വിശുദ്ധ കൂദാശകളും ബലിയർപ്പണവും അങ്ങോട്ടൊന്നും പോകണ്ട. സഭ പഠിപ്പിക്കുകയാണ്, നീ ദൈവത്തിന്റെ നാമം ഒന്ന് ഉച്ചരിക്കാൻ ഉദ്യമിക്കാന്ന് വിചാരിക്കുക. നീ യേശു എന്ന നാമം ഒന്ന് ഉരുവിടാൻ വിചാരിക്കാന്ന് ചിന്തിക്ക്. സഭ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ നാമം പരിശുദ്ധമാണ്. അതിനെ വാഴ്ത്താനും പുകഴ്ത്താനും മഹത്വപ്പെടുത്താനും അല്ലാതെ നിന്റെ സംസാരത്തിലേക്ക് നീ അത് കൊണ്ടുവരരുത്. നിനക്ക് തമാശ പറയാൻ ദൈവനാമത്തെ വിലയില്ലാതെ നീ സാധാരണ നിന്റെ ആ ഒരു ലോക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിൻ്റെ നാമത്തെ നീ താഴ്ത്തി കൊണ്ടുവരരുത്. ആരാധിക്കാനും പുകഴ്ത്താനും വാഴ്ത്താനും അല്ലാതെ നീ നിന്റെ സംസാരത്തിൽ നിന്റെ ദുഷ്ടലാക്കോടെ നിന്റെ വേഷമായ ആ ഒരു പരിഹാസത്തിനും പുച്ഛത്തിനും നിന്ദയ്ക്കും ബഹുമാനമില്ലാതെ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെ കൊണ്ടുവരരുത് എന്ന് തിരുസഭ 2143 ഖണ്ഡികയിൽ തൻ്റെ മക്കൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. 2145 ഖണ്ഡികയിൽ വീണ്ടും പഠിപ്പിക്കുകയാണ്, പ്രഘോഷണ പ്രവൃത്തിയും വിശ്വാസ പരിശീലന പ്രവൃത്തിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തോടുള്ള ആരാധനയും ബഹുമാനവും നിറഞ്ഞതായിരിക്കണം. ഇപ്പോൾ ഒരാൾ ഒന്ന് പ്രസംഗിക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വേദപാഠ ടീച്ചർ പഠിപ്പിക്കുകയാണെന്നിരിക്കട്ടെ, ദൈവത്തെ വില കുറഞ്ഞ വിധത്തിൽ പുള്ളിക്കാരനെന്നോ അല്ലെങ്കിൽ മൂപ്പരെന്നോ അങ്ങനെയുള്ള നിലവാരം താണ വിധത്തിൽ മഹത്വമുള്ള ദൈവത്തിൻ്റെ നാമത്തെ, പരിശുദ്ധമായ ദൈവത്തിൻ്റെ നാമത്തെ ഉപയോഗിക്കരുത്. വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിക്കുകയാണ്, നീ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തോടുള്ള ആരാധനയും ബഹുമാനവും നിറഞ്ഞ ഒരു മനോഭാവത്തോടെ വേണം യേശു എന്ന നാമം ഉച്ചരിക്കാൻ, ദൈവം എന്ന നാമം ഉച്ചരിക്കാൻ, അത് കുട്ടികളെ പഠിപ്പിക്കാൻ, അത് വചനപ്രസംഗത്തിൽ നീ ഉരുവിടാൻ നീ ബഹുമാനവും ആദരവും നിറഞ്ഞ ഒരു ഹൃദയത്തോടെ വേണം നീ അങ്ങനെയുള്ള വിശുദ്ധ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും സഭ 2148 ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ നാമം വണക്കത്തോടും അവിടുത്തെ ദ്രോഹിക്കുമോ എന്ന ഭയത്തോടും കൂടി ഉച്ചരിക്കുമ്പോൾ അത് വലിയ അഭിഷേകമായി മാറും. ദൈവത്തിൻ്റെ നാമം വണക്കത്തോടും ഞാൻ ഈ നാമം ഇങ്ങനെ ഉച്ചരിക്കുന്ന സമയത്ത് ഇത് ദൈവത്തെ ദ്രോഹിക്കുമോ എന്നുള്ള ഒരു ഹൃദയ ഭയത്തോടും കൂടെ വ്യാപരിച്ചാൽ അത് സ്വീകാര്യമായി തീരുമെന്ന് തിരുസഭ മക്കളെ പഠിപ്പിക്കുകയാണ്. ഉറക്കെ പറയാ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രഭാഷകന്റെ പുസ്തകം 16 അധ്യായം 11 വാക്യം, ദുശാഠ്യക്കാരൻ അവൻ ഒരുവനേ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. വീണ്ടും പ്രഭാഷകൻ 16:10, കലാപത്തിന് അണിനിരന്ന 6 ലക്ഷം ദുർവാശിക്കാരോടും ദൈവം കരുണ കാണിച്ചില്ല. അവരുടെ ശവശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചു. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. മത്സരത്തോടെ ദൈവത്തോട് മല്ലടിച്ചു നിന്ന പുരാതന മല്ലന്മാരോടും അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ദൈവം ഇടപെട്ടു. പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തോട് മത്സരിക്കുന്നൊരു വ്യക്തിയാണോ? നീ ദൈവനാമത്തെ ദുഷിക്കുന്നൊരു വ്യക്തിയാണോ? നീ ദൈവനാമം കൂട്ടി ശപിക്കുന്നൊരു വ്യക്തിയാണോ? നീ ദേവാലയ കർമ്മങ്ങളെ നിന്ദിക്കുന്നൊരു വ്യക്തിയാണോ? നീ വിശുദ്ധ കാര്യങ്ങളെയും വിശുദ്ധ സ്ഥലങ്ങളെയും അപമാനിക്കുന്നൊരു വ്യക്തിയാണോ? നീ സ്ഥലകാല ബോധമില്ലാതെ എവിടെയും ഓതിക്കുന്ന മതമിളകിയ കാട്ടുമൃഗത്തെ പോലെ മതം പൂണ്ട് നടക്കുന്നൊരു വ്യക്തിയാണോ? മകനെ, തിരിച്ചറിവിന്റെ വഴികളിലേക്ക് നീ തിരിച്ചു വരണം. വിവേകത്തോടെ വ്യാപരിക്കാനുള്ള ഒരു അഭിഷേകം നീ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. 2 കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ വിശുദ്ധമായ മാർഗങ്ങളിലൂടെ നടക്കാനുള്ള അനുഗ്രഹം തരണമേ. വന്നുപോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു. അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ദുരഭിമാനത്തിന്റെയും താന്തോന്നിത്വത്തിന്റെയും ഒരുപാട് വഴികളിലൂടെ നടന്നിട്ടുണ്ട്. ക്ഷമിക്കണം കർത്താവേ.
അഹങ്കാരമൂടെ അരുതായ്മയിൽ ഞാൻ അകപ്പെട്ടു പോയി. അറിവേറെയുണ്ടെന്ന അഹങ്കാരമൂടെ അരുതായ്മയിൽ ഞാൻ അകപ്പെട്ടു പോയി. അപരന്റെ മുൻപിൽ മികവേറെ നാഥ, അവിടുത്തെ മുൻപിൽ കുറവേറെ നാഥ. അപരന്റെ മുൻപിൽ മികവേറെ നാഥ, അവിടുത്തെ മുൻപിൽ കുറവേറെ നാഥ. ആരും കാണാത്തതല്ല, ആരും കാണുന്ന നാഥ. ആരും കാണാത്തതല്ല, ആഴം കാണുന്ന നാഥ. അനുതാപമാ യേശുവേ അണയൂ എന്നിൽ. അനുതാപമാ യേശുവേ അണയൂ അണയൂ എന്നിൽ. അണയൂ എന്നിൽ. രണ്ട് കരങ്ങളും ഉയർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ ഒന്ന് എളിമപ്പെട്ട് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തിന്റെ വലിയ കൃപ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ കൃപാവരങ്ങളെ വർഷിക്കണമേ കർത്താവേ. മക്കളുടെ ഹൃദയങ്ങളെ മാതാപിതാക്കളിലേക്കും മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് അവിടുന്ന് തിരിക്കണമേ കർത്താവേ. ദൈവമേ, വിശുദ്ധ കാര്യങ്ങളോടും വിശുദ്ധ സ്ഥലങ്ങളോടും വിശുദ്ധ വസ്തുക്കളോടും ദൈവികമായ നാമങ്ങളോടും ദൈവത്തോടുമുള്ള ആദരവ് ഹൃദയങ്ങളിലേക്ക് വരദാനമായി നൽകണമേ പിതാവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം, ദുശാഠ്യക്കാരൻ ഒരുവനേ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഈ സമയം ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കാൻ തൻ്റെ ദിവ്യ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് നൽകുന്ന സമയം. രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കാം. ഓ ദൈവമേ, ദൈവഭയമുള്ളവനായിരിക്കുക, കൽപ്പനകളെല്ലാം അനുസരിക്കുക. ഈ ഒരു വഴിയിൽ നടക്കാനുള്ള ഒരു എളിമ തരണമേ കർത്താവേ. ദുശാഠ്യക്കാരും ധിക്കാരികളും ദുർവാശിക്കാരുമാകുന്ന ഓരോ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കുടുംബങ്ങളെ രക്ഷിക്കണമേ, ജീവിതങ്ങളെ രക്ഷിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ, പെരുവഴിയെ പോയതിനെ നേർവഴിക്ക് തിരിക്കണമേ.
വിവേകം നഷ്ടപ്പെട്ടതിന് വിവേകം നൽകണമേ. യേശുവേ, മുറിവേറ്റതിനെ വെച്ച് കെട്ടണമേ. യേശുവേ, ഇപ്പോൾ അവിടുന്ന് ഒരു അത്ഭുതം ചെയ്യണമേ. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Come, Lord Jesus.